ചീമേനിയിൽ ചെങ്കൽപ്പണയിലെ വെള്ളക്കെട്ടിൽ വീണു മരിച്ച ഇരട്ട കുട്ടികൾക്ക് ജന്മനാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. ചീമേനി കരിയന്തോലിലെ രാധാകൃഷ്ണൻ പുഷ്പ ദമ്പതികളുടെ മക്കളായ സുദേവ്, ശ്രീദേവ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. വീട്ടിൽ നിന്ന് സൈക്കിൾ ഓടിച്ച് കളിക്കാൻ പോയ കുട്ടികളെ സമയമേറെ വൈകിട്ടും കാണാത്തതിനെ തുടർന്ന് നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ചെങ്കൽപ്പണയിലേക്ക് ഇറങ്ങിപ്പോകുന്ന റോഡിൽ കുട്ടികളുടെ സൈക്കിൾ കണ്ടെത്തി. വെള്ളക്കെട്ടിനടുത്ത ചെളിയിൽ കുട്ടികളുടെ കാൽപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചേതനയേറ്റ സുദേവിൻ്റെയും ശ്രീദേവിൻ്റെയും ശരീരങ്ങൾ കണ്ട സഹപാഠികൾ കരച്ചിലടക്കാനാവാതെ വിങ്ങിപ്പൊട്ടുന്നത് അവിടെ എത്തിയവർക്കും നൊമ്പര കാഴ്ചയായി. അമ്മ വീടായ നീലേശ്വരത്തെ കൊയാമ്പുറത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് ചീമേനിയിലെത്തിച്ചത്. എം രാജഗോപാലൻ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയ ഭൗതികദേഹങ്ങൾ വൈകുന്നേരത്തോടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കനിയന്തോലിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.